ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ പോയിട്രി ലേണിംഗ് മാസ്റ്റേഴ്സ്. അപ്പം റീഡിങ്ങിൻ്റെ ഒരു സി പാർട്ട് നമുക്ക് നോക്കാമായിരുന്നു. അപ്പോൾ ഞാനൊരു റിസർച്ച് മെറ്റീരിയൽ പോലെ ആണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ റിസർച്ച് മെറ്റീരിയൽ എല്ലാവർക്കും പാടാണ്, എന്നാലും വലിയ ഇത് വായിച്ച് മലയാളത്തിൽ അർത്ഥം മനസ്സിലാക്കി നമുക്ക് എളുപ്പം എടുക്കുകയും ചെയ്യാം. എങ്ങനെയാണിത് വായിക്കേണ്ടത്, എങ്ങനെ സി പാർട്ട് അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡോക്ടർ ജോൺ സി കിം യൂസസ് ദ എക്സ്പ്രഷൻ സെറ്റിൽ ദ കോൺട്രവേഴ്സി. അപ്പോൾ ഒരു എക്സ്പ്രഷൻ അവിടെ വന്നിട്ടുണ്ട്, സെറ്റിൽ ദ കോൺട്രവേഴ്സി. ഇറ്റ് സജസ്റ്റ് ദെയർ ഈസ്. അപ്പോൾ അത് സജസ്റ്റ് ചെയ്യുന്ന എന്താണ്, എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പ്രഷൻ കൊണ്ടുവന്നത്. സെറ്റിൽ ദ കോൺട്രവേഴ്സി, ടു സജസ്റ്റ്, ഒരു സജഷനാണ്, പറയുന്നു. ദെയർ ഈസ് എന്താണ്, അപ്പോൾ പുള്ളിക്കാരൻ്റെ വേർഡ് എന്താണെന്ന് പുള്ളിക്കാരൻ എന്താണ് പറഞ്ഞേക്കുന്നത് നമുക്ക് അവിടെ പോയി നോക്കണം. നോക്കിയിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ എന്താ നമുക്ക് നോക്കാം. നമ്മളെ സി പാർട്ട് അറിയാമല്ലോ. സി പാർട്ട് നമ്മൾ പോയി എക്സ്ട്രാക്റ്റ് വായിച്ചിട്ട് നമ്മൾ ഓപ്ഷൻ അതോട് പോകത്തുള്ളൂ. ബി പോലെ അല്ല. അപ്പം മൾട്ടി വൈറ്റമിൻ്റെ ആണ്. ഓക്കെ. ടേക്കിംഗ് മൾട്ടി വൈറ്റമിൻസ് ഓർ മിനറൽ സപ്ലിമെൻറ്റ്സ് ഡസ് നോട്ട് പ്രിവെൻറ്റ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുക. എന്താണ്, മൾട്ടി വൈറ്റമിൻസ് കഴിക്കുന്നത് മൂലം ഡസ് നോട്ട് പ്രിവെൻറ്റ് ഒരു മയോകാർഡിയൽ ഇൻഫെക്ഷനോ സ്ട്രോക്കോ ഓർ ഡെത്ത് ഫ്രം എ കാർഡിയോവാസ്കുലർ കോസ്. ഒരു കാർഡിയോവാസ്കുലർ കോസ് കൊണ്ടുണ്ടാകുന്ന മയോകാർഡിയൽ ഇൻഫെക്ഷനോ സ്ട്രോക്കോ ഡെത്ത് ഒന്നും എന്ത് മൾട്ടി വൈറ്റമിൻ കഴിക്കുന്നത് കൊണ്ട് മാറില്ല. അക്കോർഡിംഗ് ടു എ കോംപ്രിഹെൻസീവ് മെറ്റാ അനലിറ്റിക് റിവ്യൂ ഓഫ് റിലവൻ്റ് റിസർച്ച്. അപ്പോൾ റിലവൻ്റ് ആയിട്ട് ഒരു റിസർച്ച് നടത്തി അതിനകത്ത് ആ റിവ്യൂ ആണ്. മെറ്റാ അനലിറ്റിക് റിവ്യൂ പറയുന്നത് ഒരിക്കലും ഒരു MEM കഴിക്കുമ്പം ഒരു മയോകാർഡിയൽ ഇൻഫാക്ഷനോ സ്ട്രോക്കോ ഡെത്തോ ഒന്നും ഈ കാർഡിയോവാസ്കുലർ കോസ് കൊണ്ടുണ്ടാവുന്നത് മാറില്ല എന്ന്. ദ ടേക്ക് എന്താണ് എടുക്കേണ്ടത്, ഹോം മെസ്സേജ് സിമ്പിൾ. എപ്പോഴും എല്ലാ വീടുകളിലും ഒരു മെസ്സേജ് കൊടുക്കുന്നത് സിമ്പിളാണ്. അതെന്താണ്, അപ്പോൾ ഒരു സെമിക്കോളൻ ഇട്ട് പറയുന്നത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് പറയുന്നത് അതിന് ഈ ഹോം മെസ്സേജ് എന്താണെന്നായിരിക്കും പറയുന്നത്. ദർ ഈസ് നോ സയൻറ്റിഫിക് എവിഡൻസ് ദാറ്റ് MEM സപ്ലിമെൻറ്റ്സ് പ്രൊമോട്ട് കാർഡിയോവാസ്കുലർ ഹെൽത്ത്. ഇങ്ങനൊരു മെസ്സേജാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്താണ്, ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ല മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കാർഡിയോവാസ്കുലർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല എന്ന് നമ്മൾ പറയണം. സെഡ് ലെഡ് ഓദർ ജോൺ കിം MD യൂണിവേഴ്സിറ്റി ഓഫ് അൽബാമ ഫ്രഞ്ച്. അപ്പം നമ്മുടെ ആ ഓദർ പറയുവാണ്, ഒരു ഹോം മെസ്സേജ് കൊടുക്കൂ. എന്താണ്, സയൻറ്റിഫിക് എവിഡൻസ് ഒന്നുമില്ല MEM സപ്ലിമെൻറ്റ്സിന് കാർഡിയോവാസ്കുലർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനെന്നുള്ള കാര്യം പറയുക എന്നുള്ളത്. അടുത്ത വി ഹോപ്പ് ദാറ്റ് എന്താണ്, അപ്പോൾ പുള്ളിക്കാരൻ പറയുക, നമ്മൾ വിചാരിക്കുന്ന ഹോപ്പ് ചെയ്യുന്നു അവർ പേപ്പർ ഹെൽപ്സ് ടു സെറ്റിൽ ദ കോൺട്രവേഴ്സി ഓഫ് MEM യൂസസ് ഫോർ CVD പ്രിവെൻഷൻ. അപ്പോൾ ഈ CVD പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ഈ കൊടുക്കുന്ന പേപ്പർ ചിലപ്പോൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യായിരിക്കും എന്നൊരു ഹോപ്പ് ചെയ്യുവാണ്. ഇറ്റ് ഹാസ് ബീൻ എക്സെപ്ഷണൽ ഡിഫിക്കൽട്ട്. എന്താണ്, പക്ഷേ ഇങ്ങനെ കൊടുക്കുന്ന എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്, എക്സെപ്ഷണലി ഡിഫിക്കൽട്ടാണ് ടു കൺവിൻസ് പീപ്പിളിനെ ചിലവർക്കൊക്കെ കൺവിൻസ് ചെയ്യാൻ പാടാണ്. ഇൻക്ലൂഡിങ് ന്യൂട്രീഷൻ റിസർച്ചേഴ്സിനെ ഉൾപ്പെടെ ടു അക്നോളജ്, അവരെ മനസ്സിലാക്കാൻ ദാറ്റ് മൾട്ടി വൈറ്റമിൻസ് ആൻഡ് മിനറൽ സപ്ലിമെൻറ്റ്സ് ഡോണ്ട് പ്രിവെൻറ്റ് കാർഡിയോവാസ്കുലർ ഡിസീസ്. മൾട്ടി വൈറ്റമിൻസും ഈ മിനറൽ സപ്ലിമെൻറ്റ്സും ഒക്കെ കാർഡിയോവാസ്കുലർ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യുമെന്ന് അവരെ മനസ്സിലാക്കി എടുക്കാൻ, ന്യൂട്രീഷൻ റിസർച്ചസിനെ ഉൾപ്പെടെ മനസ്സിലാക്കി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇനി നമുക്ക് അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്ന വിചാരിക്കുന്നു. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് മലയാളത്തിൽ വായിച്ചതിൻ്റെ അർത്ഥം എടുത്ത ഈസി അല്ലേ സി പാർട്ട് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കിക്കേ. To suggest there is a lack of agreement about the efficiency of multivitamin supplement use. എന്താണ്, പുള്ളിക്കാരൻ സജസ്റ്റ് ചെയ്യുവാണ്, ലാക്ക് ഓഫ് എഗ്രിമെൻറ്റ്, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, ലാക്കാണത്. എബൌട്ട് എന്തിനെക്കുറിച്ച്, എഫിഷ്യൻസി ഓഫ് മൾട്ടിവൈറ്റമിൻ. അതല്ലേ, മൾട്ടിവൈറ്റമിൻ സപ്ലിമെൻറ്റിനെ കുറിച്ച് കറക്റ്റായിട്ടൊരു തീരുമാനം അവർക്ക് പറയാൻ പറ്റുന്നുണ്ട്. അവർ ഹോപ്പ് ചെയ്യുവാണ്, ഒരു പേപ്പറൊക്കെ കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്യാമെന്ന് ഹോപ്പ് ചെയ്യുവാണ്. നമുക്കത് മേ ബി വെച്ചേക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ. Settle the controversy to suggest there is confusion over the terms used to define cardiovascular disease. അങ്ങനെ പറയുന്നുണ്ടോ, ഈ ടേം സെറ്റിൽ ദ കോൺട്രവേഴ്സി എന്നൊരു ടേമിൽ കൺഫ്യൂഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസിൻ്റെ കുറിച്ച് സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ നമ്മളവിടെ പറയുന്നുണ്ടോ, എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചോ? ഇല്ല. നെക്സ്റ്റ് നോക്കിച്ചേ. പുള്ളിക്കാരൻ സജസ്റ്റ് ചെയ്യുന്നു എ ഡിസ്പ്യൂട്ട് ഓവർ ദ ഫൈൻഡിങ്സ് ഫ്രം ഹിസ് ലേറ്റസ്റ്റ് പബ്ലിഷ്. പുള്ളിക്കാരൻ ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഒരു റിസർച്ചിലൊരു ഡിസ്പ്യൂട്ടാണ് ഓവർ ദ ആ ഫൈൻഡിങ്സിലൊരു ഡിസ്പ്യൂട്ട് കൊടുക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഫൈൻഡിങ്സിനെ പറഞ്ഞോ? അവരെന്താണ് ഇത് ഉപയോഗിക്കത്തില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്, പക്ഷെ അവരെന്തോ ആരും അത് വിശ്വസിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ മെത്തേഡ് യൂസ്ഡ് ഡ്യൂറിങ് ദി സ്റ്റഡി. പുള്ളിക്കാരൻ സ്റ്റഡി ചെയ്ത സമയത്ത് കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഇല്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല. അവർ കറക്റ്റായിട്ടൊരു ഫാക്റ്റ് പറഞ്ഞു വെച്ചേക്കുവാണ്, ഒരിക്കലും ഒരു മൾട്ടി വൈറ്റമിൻസ് എന്ത് ചെയ്യത്തില്ല,
കാർഡിയോവാസ്കുലർ മൂലം ഉണ്ടാകുന്ന സ്ട്രോക്കും ഇങ്ങനത്തെ ഡിസീസസ് പ്രിവെന്റ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഡോക്ടർ ജോൺ കീംപി യൂസസ് ദി എക്സ്പ്രഷൻ സെറ്റ് ഇൻ ദ കോൺട്രവേഴ്സി ടു സജസ്റ്റ് ദർ ഈസ് എ ലാക്ക് ഓഫ് എഗ്രിമെന്റ് എബൌട്ട് ദി എഫിഷ്യൻസി ഓഫ് മൾട്ടിവൈറ്റമിൻ സപ്ലിമെന്റ് യൂസ്. മൾട്ടിവൈറ്റമിൻ സപ്ലിമെന്റ് യൂസിനെ കുറിച്ച് കറക്റ്റായിട്ടൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്, എഗ്രിമെന്റ് ഇല്ല, ഒരു ഉറപ്പ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. ഇങ്ങനെയാണ് സീപ്പാട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ മലയാളത്തിൽ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കുക, ആരെന്താണ് പറയുന്നത് എന്ന് പോയിട്ട് നമ്മുടെ എക്സ്ട്രാക്റ്റ് വായിച്ച് ആ പറയുന്ന പോയിന്റ് കറക്റ്റ് മനസ്സിലാക്കി അത് ആൻസർ എടുത്ത് ഓപ്ഷനൊക്കെ ചേർത്ത് വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള എഫക്റ്റീവായിട്ടുള്ള ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ വിളിക്കാം, ജോയിൻ ചെയ്യാം. നമ്മൾ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് CA BA AID എല്ലാം നല്ലതായിട്ട് പറഞ്ഞ് എല്ലാ മോഡ്യൂളും ഇതേപോലെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.